വിഷ്ണു തലവൂര് അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. പഞ്ചാബിൽ നിന്ന്. പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യപ്രചാരണം 7ാം ഘട്ടത്തിൽ. ഇന്ന് ഈ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഇന്നാണ്. അങ്ങനെ പറയുന്നതല്ലേ അതിൻ്റെ ശരി? വിഷ്ണു, ഗുഡ് മോർണിംഗ്. പഞ്ചാബിൽ എവിടെയാണിത്? ശരത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ജലന്ധർ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. പഞ്ചാബിൽ അവസാന ഘട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങളും 13 മണ്ഡലങ്ങളും വിധി എഴുതുന്നുണ്ട്. ഒരുപക്ഷെ ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചതുർകോണ മത്സരം തന്നെയാണ് പഞ്ചാബിലെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ BJPയെ സംബന്ധിച്ച് പഞ്ചാബ് വലിയൊരു വെല്ലുവിളിയെ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇത്തവണ ആദ്യമായിട്ടാണ് BJP പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായിട്ടൊരു സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. ശിരോമണി അകാലിദളും BSPയും ചേർന്നുകൊണ്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യ സഖ്യം പഞ്ചാബിലില്ല. അത് സംസ്ഥാന സാഹചര്യങ്ങൾ, അതായത് കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ആ സാഹചര്യങ്ങൾ പോലെ തന്നെയാണ് പഞ്ചാബിലെ സാഹചര്യവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസും ആം ആദ്മിയും ഒറ്റയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നത്. ആ തലത്തിലാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ചതുർകോണ മത്സരം നമുക്ക് പഞ്ചാബിൽ കാണാൻ കഴിയുന്നത്. ആം ആദ്മി, കോൺഗ്രസ്, BJP, ശിരോമണി അകാലിദൾ, ഈ 4 പാർട്ടികളും ശക്തമായി തന്നെയാണ് പഞ്ചാബിൽ മത്സര രംഗത്തുള്ളത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ജലന്ധർ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. ഇടതുപക്ഷം 4 മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. CPI 3 സീറ്റുകൾ, അമൃത്സർ ഉൾപ്പെടെയുള്ള 3 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. CPIM ജലന്ധറിലാണ് മത്സരിക്കുന്നത്. CPIMൻ്റെ സ്ഥാനാർത്ഥി പർഷോത്തം ലാൽ ബിൽഗയാണ് CPIMൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഈ ഒരു മണ്ഡലത്തിൽ പണ്ട് മുതൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ട്. വിഷ്ണു, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് വേഗത്തിൽ, എങ്ങനെയുണ്ട് പഞ്ചാബിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ അന്തരീക്ഷം? BJP കർഷക രോഷം ശക്തമായി നേരിടുന്നു, മത്സരിക്കുന്നു. ശിരോമണി അകാലിദൾ അവരുടെ കാലങ്ങളായുള്ള ഘടകകക്ഷി ഇപ്പോൾ ഇല്ല, ഘടകകക്ഷി അല്ലാതെ അവർ മത്സരിക്കുന്നു. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ഇപ്പോൾ CPIM മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ. അപ്പോൾ ഈ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനും കുറേ കൂടി ഒരു ശ്രദ്ധ വരുന്നതും. എന്താണ് രാഷ്ട്രീയമായി മത്സരത്തിൽ ഇപ്പോൾ ആം ആദ്മി കോൺഗ്രസ് നേർക്കുനേർ മത്സരമാണോ പ്രധാനമായും കാണുന്നത് പഞ്ചാബിൽ? BJP വളരെ പിന്നിലാണോ? ശരത്ത്, തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് പഞ്ചാബിൽ നേരിടേണ്ടി വരുന്നത്. കാരണം തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ SAD ശിരോമണി അകാലിദളുമായിട്ടുള്ള സഖ്യം വേർപെട്ട് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെയാണ് കർഷക പ്രതിഷേധം ശക്തമായി തന്നെ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ ഹരിയാനയിൽ നമ്മൾ കണ്ടതുപോലെ BJP നേതാക്കൾക്ക് കൃത്യമായിട്ട് പ്രചരണത്തിനിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം പഞ്ചാബിലുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പഞ്ചാബിലെ BJP സ്ഥാനാർത്ഥികളുടെയൊക്കെ വീട് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം കർഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോഴും ശംഭു അതിർത്തിയിൽ കർഷകർ അവരുടെ സമരം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ശംഭു അതിർത്തി എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയാണ്. അപ്പോൾ ആ ഒരു അതിർത്തിയിൽ ഇപ്പോഴും കർഷക സമരം ശക്തമായി തന്നെ പുരോഗമിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വരുമെന്നുള്ള ആശങ്ക തന്നെയാണ് BJP ക്യാമ്പിൽ ഇപ്പോഴുമുള്ളത്. ശരത്.